നമസ്കാരം. കലകളുടെ സ്വാധീനം നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തുന്നു എന്നത് നമുക്കെല്ലാവർക്കും അറിയാം. ഒരു മനുഷ്യനെ നിർമ്മിക്കുന്ന ഏറ്റവും ഉന്നതമായ ഉപാധിയാണ് കലകൾ എന്ന് പറയാൻ സാധിക്കും. സംഗീതമായാലും നൃത്തമായാലും നാടൻ കലകളാണെങ്കിലും അനുഷ്ഠാന കലകളാണെങ്കിലും സാമ്പ്രദായിക കലകളാണെങ്കിലും ഏത് തരം കലകളായിക്കോട്ടെ, അതിൽ നിന്ന് കിട്ടുന്ന ആസ്വാദനം എത്ര മനോഹരമാണ്. നമുക്കത് അനുഭവിച്ചറിയാൻ പറ്റും. യാന്ത്രികമായ യുഗത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. യാന്ത്രികതയിൽ നിന്നുള്ള യാത്ര പലപ്പോഴും മനുഷ്യ മനസ്സിനെ കലുഷിതമാക്കാറുണ്ട്. കലുഷിതമായ മനസ്സിനെ സ്വാധീനം ചെലുത്തി ഉന്നതമായ രീതിയിലുള്ള ജീവിതക്രമം സമാധാനത്തോടെ പ്രവർത്തിപ്പിക്കാൻ കലകൾക്ക് സാധിക്കും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ജീവിതപാത ഒരുക്കുന്നത് നാം തന്നെയാണല്ലോ, നമ്മുടെ ജീവിതം. എന്നാൽ അതിനെ സ്വാധീനിക്കുന്ന പല കാര്യങ്ങളുണ്ട്. പുസ്തകത്തിൻ്റെ കാര്യമാണെങ്കിലും വായനയുടെ കാര്യമാണെങ്കിലും പ്രകൃതിയുടെ കാര്യമാണെങ്കിലും അതിൽ നിന്ന് കിട്ടുന്ന അറിവുകളുടെ കാര്യമാണെങ്കിലും അതുപോലെ തന്നെയാണ് കലകളുടെ സ്വാധീനം. നിത്യവും നാം അഭ്യസിക്കുന്ന ഓരോ കാര്യവും മനോഹരമാണ്, നല്ലതാണെങ്കിൽ അത് ശ്രേഷ്ഠമാണ്. സംഗീതം കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദം, നൃത്തം കാണുമ്പോൾ ഉണ്ടാകുന്ന മനസ്സിനുള്ള ഒരു പാകത, അല്ലെങ്കിൽ സന്തോഷം, അനുഷ്ഠാന കലകളോ നാടൻ കലകളോ ഇതിലെല്ലാം ഉൾപ്പെട്ടുകൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് പ്രയാണം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും പല രോഗങ്ങൾ വരെ ഇല്ലാതാകും എന്നുള്ളതിൽ തർക്കമില്ല. മനസ്സിനെ പാകപ്പെടുത്തുക എന്നതാണല്ലോ എപ്പോഴും കലകൾ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ആ ആസ്വാദനമാണ് മനുഷ്യ മനസ്സിനെ പാകപ്പെടുത്തുന്നത്. പാകമായ മനസ്സ് എന്നും പാകമായ ശരീരവും തരും. ഇതര കാര്യങ്ങൾ നാം ചെയ്യുന്നത് പോലെ ഭക്ഷണമാണെങ്കിലും നിത്യമായ നല്ല രീതിയിലുള്ള ജീവിതമാണെങ്കിലും വായനയാണെങ്കിലും എന്തുമായിക്കോട്ടെ, അതിൻ്റെ കൂടെ തന്നെ ചേർത്ത് വയ്ക്കാൻ പറ്റാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കലകളുടെ ആസ്വാദനം, അതുപോലെ തന്നെ അതിൽ ഉൾപ്പെടുക എന്നുള്ളത്. എല്ലാവരും അങ്ങനെയുള്ള യാത്ര തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയട്ടെ. നന്ദി, നമസ്കാരം.